ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. വാഴ 2 വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 4 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ഞാൻ ആദ്യം വാഴനെ കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ കാണുന്നത് സൂപ്പർ ഇന്റർവ്യൂ ആണ് കേട്ടോ. താങ്ക് യു. അത് പറയണല്ലോ, ക്യാമറ ഓൺ ആകുമ്പോൾ പറയുമ്പോൾ അതിന്റെ ഒരു ഭംഗിയുള്ളൂ. അതെ അതെ, ഞാൻ പഠിപ്പിച്ചു പറഞ്ഞ പോലെ ഞാൻ വാഴനെ കുറിച്ച് ആദ്യം കാണുന്നത് നമ്മുടെ പാട്ടാണ്. ഒരു ഭയങ്കര ഫീൽ ചെയ്യുന്ന സോങ്. ഇത്തവണത്തെ മഴക്കാലം ഈ പാട്ട് തൂക്കും. കാരണം ഞങ്ങളെല്ലാം റീൽ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പാട്ടാണ്. ആൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള മൂമെന്റ് ആണ്. വാഴയിൽ ഒരു ചെറിയ ഭാഗം ചെയ്യുന്നു. ആൻഡ് വാഴ 2 മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്നു. എന്താണ് ഇപ്പോഴത്തെ ഫീൽ? പാട്ടിനെ കുറിച്ചാണ് ഇതിനെ കുറിച്ചാണ് ആക്ടിങ്ങിനെ കുറിച്ചാണെങ്കിൽ പ്രൗഡാണ്. പിന്നെ അത് മാത്രല്ല, ആദ്യത്തെ വാഴയിൽ നമുക്ക് അങ്ങനെ വലിയ റോൾ ഇല്ല, അറിയാല്ലേ. ഇപ്പൊ ജസ്റ്റ് ചെറിയ പോർഷൻ അവിടെ ആയിട്ട് വന്നു പോകണല്ലാണ്ട് ഇല്ല. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. ത്രൂ ഔട്ട് ഇമോഷൻസ് ക്യാരി ചെയ്ത് പോകണം, ആ ക്യാരക്ടർ പിടിച്ചു പോകണം. ഒരുപാട് ചലഞ്ചസ് ഉണ്ട് അതിൽ നിന്ന് ഇതിലോട്ട്. അത് മാത്രമല്ല, നമ്മൾ റീൽസിൽ നിന്ന് നേരെ വരുന്ന സിനിമയിലോട്ടാണ്. അപ്പൊ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ റീൽസ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് സിനിമയ്ക്ക് എന്താണ് വേണ്ടത് അത് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സിനിമയിൽ നിങ്ങൾ അഭിപ്രായം പറയൂ. ഞാൻ വാഴ 2 പൂജ നടക്കുന്ന സമയത്ത് വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണുന്ന ഒന്നാണ്. അപ്പം അന്ന് മീഡിയസ് മുഴുവൻ കവർ ചെയ്ത് നിൽക്കുക. നിങ്ങളാണെങ്കിൽ മറ്റിങ്ങനെ പുഴുങ്ങാന്നൊക്കെ പറയില്ലേ, അതേപോലെ നിക്കണേ. ആ കൂട്ടത്തിൽ എക്സ്ട്രോവേർട്ട് ആയിട്ട് അല്ല മാത്രം, ബാക്കിയുള്ളവര് ഭയങ്കര ഇൻട്രോവേർട്ട്. ശരിക്കും എന്തായിരുന്നു, ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് ഇവരെല്ലാരും. അല്ല, അങ്ങനെയല്ല, സാഹചര്യം അനുസരിച്ചാണ്. നമ്മളെ സർക്കിളിന്റെ അകത്ത് ഞാൻ നല്ലോണം സംസാരിക്കും. ഒരു സിറ്റുവേഷൻ വരാൻ അതുമല്ല, നമ്മൾ അങ്ങനെ മീഡിയാസ് അങ്ങനെ നമ്മൾ പോയിട്ടില്ല. ശരി, നിങ്ങളെ കാണാൻ കിട്ടാറില്ല. അന്നാണ് ശരി കണ്ടത്. വാഴയുടെ പടത്തിന്റെ ഒരു ആവശ്യമായോണ്ട് ഞങ്ങൾക്ക് ഇത് ആവശ്യമാണ്. അപ്പം ആൾക്കാർ കുറെ കൂടെ പടത്തിനെ വിലയിരുത്താനും പിന്നെ അറിയാനും വേണ്ടിയിട്ട് ഇന്റർവ്യൂസ് നമുക്ക് അത്യാവശ്യമാണ്. അത് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് അല്ല പറഞ്ഞു, അങ്ങനെ സാഹചര്യം വന്നോണ്ടാണ് എപ്പോഴും ചിരിച്ചാണല്ലേ. ഞാൻ ചിരി അങ്ങോട്ട് പാസ് ചെയ്യാണ്. പോസിറ്റീവ് ആണ്. പിന്നെ ചിരിയുടെ ആൻഡ് നിങ്ങൾക്ക് ഓൾറെഡി ഫാൻസുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് നമ്മുടെ സിനിമയിൽ ഒരു കുട്ടി താരം കൂടെ വരുന്നുണ്ട്. ഗീത, നിങ്ങളുടെ പാട്ടില് നിങ്ങളുടെ ആ ഒരു കോംബോ ഭയങ്കര രസമാണ് കേട്ടോ. ശരിക്കും സിംപ്ലി ചിരിക്കണ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കണ. അത് സിംപ്ലിക്സ് ചേട്ടൻ അനിയൻ ആൻഡ് അല്ലേ, ആഷിറിന്റെ അനിയൻ ആൻഡ് ഈ പറഞ്ഞ അനിയത്തിക്കുട്ടി ചേട്ടൻ, ഇതൊക്കെ ആ സോങ്ങിൽ കാണാം. ശരിക്കും ഇത് ബ്രദറാണ് സിസ്റ്റർ ആണോ അല്ലേ? ശരിക്കും എനിക്ക് ചേട്ടന്മാരാണ്. അപ്പൊ ഒരു അനിയത്തി വേണമെന്ന് വലിയ ആഗ്രഹം. അത് ശരിയാ. അവരും പിന്നെ നോക്കിയത് പെങ്കൊച്ചിക്ക് വേണ്ടിയാ തുടക്കത്തിന്. കിട്ടാണ്ടായപ്പോ പിന്നെ അവര് നിർത്തി. 3-ല്ല 4. ഞാൻ 4ാമത്തെ ആളാ. 4 നിർത്തിയെന്നാണ് പറയാം. ഞാൻ പെൺകുട്ടിയായിട്ടാ അവര് എക്സ്പെക്ട് ചെയ്തത്. അപ്പൊ വാപ്പയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് പറയണ്ടല്ലോ എന്നെ കൈ. ഉസ്താദ് ഹോട്ടലിലെ സിദ്ദീഖിക്കയുടെ എക്സ്പ്രഷൻ. അത് മാത്രല്ല, ഈ എപ്പോഴും ഈ 4 ആൺകുട്ടികളും മൂന്നാമതൊരാൾ വരുമ്പോഴേ ശരിക്കും പെൺകുട്ടി പോലെ. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഇളയതാ, അപ്പൊ എന്നെ മോനേന്ന് വിളിക്കാറുണ്ട്. എന്നെ മോളെന്ന് അങ്ങനെ വിളിച്ചിട്ടില്ല. അതിനെ അങ്ങനെ ആക്കും. എന്നെ മോളെന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ കൊച്ചിലെ അവര് ചിലപ്പോ കൊറേ കരിയൊക്കെ അധികം മാറി ഇട്ടാണ്. ഒരിക്കലൊക്കെ കുറച്ച് കൂടുതലാണ് അവര്. പിന്നെ പറഞ്ഞിട്ടല്ല, എല്ലാം ദൈവം അല്ലേ. ദൈവം മാത്രമല്ലല്ലോ. സോറി, വീട്ടുകാർ കാണാൻ ക്ഷമിക്കണേ. അലൻ ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു കൂടെ അഭിനയിച്ചിട്ട്? പഠിപ്പിച്ചൊക്കെ പറഞ്ഞോളൂ. ഞാൻ നല്ല സെറ്റിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. സിബ്ലിങ്സായി നല്ല ബോണ്ടായിരുന്നു. എന്നിട്ട് ശരിക്കും സെറ്റിൽ വന്നപ്പോൾ സ്വഭാവക്കാരന് നല്ല സ്വഭാവമായിരുന്നു. അതായത് അവൾക്ക് ആദ്യം ഒരു ഷൈ ആണല്ലോ, പ്രത്യേകിച്ച് അവളുടെ കൊച്ചും കൂടെ അല്ലേ. അപ്പൊ നമ്മളാണല്ലോ കംഫർട്ട് ആക്കാനുള്ളത്. അതൊന്നാമത് അനിയത്തിയായിട്ടും കൂടെയാണ് അഭിനയിക്കാനുള്ളത്. അപ്പൊ കാണുന്നവർക്ക് അത് കുറച്ചുകൂടെ ഒരു ലൈവായിട്ടുള്ള ഒരു ഫീൽ വരണമല്ലോ. അതുകൊണ്ട് നമ്മൾ മാക്സിമം അവരെ എങ്ങനെ കംഫർട്ട് ആക്കാൻ നോക്കുക, സംസാരിക്കാന്നുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെങ്ങനെയാണോ അത് അവരടുത്ത് കാണിച്ച് അവർ തിരിച്ചത് തരും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കാണിക്കാൻ നിന്നില്ല. സ്നേഹിച്ചു, അത്രേ ഉള്ളൂ. എന്തെങ്കിലും വാങ്ങി തന്നോ? എന്തെങ്കിലും ചോക്ലേറ്റ്?
അല്ലല്ല അത് പറയില്ല, സിനിമയായിട്ട് ബന്ധമുള്ള അതുകൊണ്ടാ. സീക്രട്ട് ഒക്കെ എന്നെ പറ്റിച്ച് ഒരു സാധനം കൊണ്ടുവന്നേരാറിന് കൊണ്ടുവന്ന നശിപ്പിക്കും സിനിമ നശിപ്പിക്കും. അതെ ഒരു സാധനം ഒന്ന് ചോക്ലേറ്റ് കൊണ്ടുവന്നേരായിരുന്നു. അത് അത്രേ ഉള്ളൂ. അത് അത് കൊണ്ടുവന്നില്ല, മറന്നുപോയി. ഓർത്ത് വന്യ കൊടുക്കണം മേടിച്ചിരുന്ന ശബരി. ആൻഡ് ഒരുപാട് ഫാൻസുള്ള ഒരാളാണ്. ആൻഡ് രണ്ടാമത്തെ സിനിമയല്ലേ ഇത്? സോ എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങള് ഇൻഫ്ലുവൻസസ് സമേതം അല്ല എന്ത് ചോദിച്ചു, സോറി ഇന്ററപ്റ്റ് ചെയ്തതിന് സോറി. ഇല്ല ക്ഷമിക്കൂല. ഈ കോണ്ടന്റ് വീഡിയോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ നമ്മൾ പറയുമ്പോഴൊക്കെ നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം സിനിമയാണോ? ഈ രണ്ടുപേരുടെ ഞാൻ നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞു സിനിമ എന്നൊരു ആഗ്രഹമേ ഇവർക്ക് ഉണ്ടായിരുന്നില്ല, പിന്നീട് അത് ഗ്രാജുവലി സംഭവിച്ചാണെന്ന്. ശബരിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ? ചെറുതിലെ സിനിമയിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓഡിഷൻസിനൊക്കെ പോയിട്ടുണ്ട്. സ്കൂളിൽ നാടകം അങ്ങനെ ഒറ്റയ്ക്കൊക്കെ നാടകം കളിച്ചിട്ടുണ്ട്. അത് മോണോ ആക്ട് അല്ലേ, മോണോ ആക്ട് അങ്ങനെ ഒരുപാട് സ്റ്റേജിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റേജ് ആയപ്പോൾ ഇതൊന്നും ഇനി കിട്ടില്ല എന്നൊരു ഇതായി, ഇതിനി നടക്കത്തില്ല, ഇനിയിപ്പോൾ അടുത്തോട്ട് പോകും. പിന്നെ അങ്ങനെയുള്ള സമയത്താണ് എനിക്ക് ഇവരെയൊക്കെ ഇൻസ്പയർ ചെയ്യാൻ ഒന്ന് വീഡിയോ ഇട്ട് തുടങ്ങി. ഇവരെയൊക്കെ ഇൻസ്പയർ വേറൊരു കാര്യം, എന്റെ വീടിന്റെ അടുത്തുള്ള നമ്മളടുത്തുള്ളതാണ്. വീടിന്റെ അടുത്തെന്ന് പറയുമ്പം കുറച്ച് പോയാൽ മതി. കൊച്ചിലെ എനിക്ക് അറിയാം, എല്ലാ ഇന്റർവ്യൂലും പറയുന്നുണ്ട്. കാര്യം ചോദിക്കുന്നോണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുക, ആവർത്തന വിരസത വരുന്നോണ്ടാണ് വലിച്ചു കീറരുത്. അങ്ങനെ തുടങ്ങി. അപ്പോൾ പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ സിനിമ കയറണം എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല. അല്ല, വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ സിനിമ കയറണം എന്ന് പറഞ്ഞ് ഇട്ട് തുടങ്ങിയതല്ല, ഉണ്ടായിരുന്നു. പിന്നെയാണ് പറഞ്ഞത് ഇതുവഴിയും സിനിമയിലൊക്കെ കയറാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിലായി. പിന്നെ ആഗ്രഹിച്ചു, അപ്പോൾ കിട്ടി. ഓ അത് ഭയങ്കര യൂണിവേഴ്സ് സമയത്താണോ ആദ്യം ചെയ്തത്? എനിക്ക് നല്ല നല്ല റോളായിരുന്നു, കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അസിസ്കന് മോനെ അല്ല, നോബിഷേട്ടൻ്റെ മോനെ. പറയണ്ടായിരുന്നു. സോറി, നമ്മൾ ക്ഷമിക്കത്തില്ല. ഇവിടെ പറയൂ, സിനിമ ആഗ്രഹം ഉണ്ടായിരുന്നില്ല? എനിക്ക് സിനിമ ആഗ്രഹമൊന്നുമില്ല. പിന്നീട് ഇപ്പൊ ഗ്രാജുവലി സിനിമ നമ്മള് വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ ഒരിക്കലും സിനിമ ആഗ്രഹം മോഹിച്ചല്ല എടുത്തു തുടങ്ങിയത്. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പം പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ചുകൂടെ അതിനു വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞുള്ള രീതി. പിന്നീട് വാഴ 1 കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അതിനെ കുറിച്ച് കുറച്ചുകൂടെ ചിന്ത വന്ന് തുടങ്ങി. അത് ക്ലിയർ ചെയ്താണോ കേട്ടോ അതിൽ അങ്ങനെയാണ്. അങ്ങനെ വന്നത്. ഇതില് ബേസ്ലൈറ്റിന്റെ ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ടല്ലോ, വാഴ 2-ലോ വരുന്നുണ്ടോ? വേറെ ആരെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ബേസ്ലൈറ്റിലല്ല, വേറൊരാൾ ആരെങ്കിലും ഗസ്റ്റ് റോൾ ആയിട്ട്. ഇല്ല, പിന്നെ നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. സർപ്രൈസ്. അതെ, എനിക്ക് മനസ്സിലായി, കുട്ടിയുടെ ചിരിയിൽ ആരോ വരുന്നുണ്ട്. ശരിക്കും ചോദിക്കട്ടെ, ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫ് ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ കാണുമ്പം നിങ്ങൾക്ക് ഫാൻസ് ഉണ്ട് ആൻഡ് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പലർക്കും ഇൻസ്പയർ ആവാറുണ്ട്, ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. ശരിക്കും നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ? ശരിക്കും നമ്മൾ അറിയാത്ത അങ്ങനെ വലിയ പടക്കം എടുത്തെറിഞ്ഞില്ലേ? അത് ഞാൻ ഇവിടെ ഫെസ്റ്റിവലിന് പറഞ്ഞു. അത് ബുദ്ധിമുട്ടല്ല, അത് ഇപ്പം അവർക്ക് നമ്മളങ്ങനെ പൊതുവെ കാണാറില്ല പുറത്ത്. പക്ഷെ അവരൊക്കെ നമ്മളെ വീഡിയോയിലൂടെ അവർക്ക് സ്നേഹമാണ്, അവരുടെ കൂടെ ഉള്ള ഒരു വ്യക്തികളെ പോലെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അത്രയും സ്നേഹമാണ് അവർക്ക്, മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു, അപ്പൊ അവരില്ല കടപ്പുറത്തൊക്കെ എറിഞ്ഞു കളിക്കുന്ന ഒരു സാധനം, ഇട്ടാപ്പൊട്ടി ഒരു സാധനം, ആ സാധനം ഈ ബീച്ച് ഏരിയയിൽ മാത്രം ഞാൻ അധികം കണ്ടുള്ളൂ. അപ്പൊ ഞാനും ആശ്രയിങ്ങനെ വെളിയിലൂടെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇവരോടെ കണ്ട് സംസാരിച്ചിരുന്നപ്പോ ഞാൻ വേറൊരു കാര്യം ചെയ്ത് തിരിഞ്ഞു നിന്നപ്പോ ഈ പുള്ളി എന്റെ ചെവിയിൽ എറിഞ്ഞ് പൊട്ടിച്ചതാണ്, ഇവിടെ കൊണ്ടുവന്നിട്ട് എറിഞ്ഞിട്ട് പൊട്ടിച്ച്. അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ അവനില്ല, അടിപൊളിയല്ല, അവരോട് എറിയട്ടെ എന്ന്. എനിക്കാണ് അത് ചെവിയിൽ വന്നുകൊണ്ട് എന്റെ കിളി അത്രയും പോയി. പിന്നെ കുറച്ച് ദേഷ്യം വന്നായിട്ട് പിന്നെ പുള്ളി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു, സോറി ബ്രോ, ഞാൻ അങ്ങനെയല്ല, ആ ഒരു സൗഹൃദം കൊണ്ടാണ്, അങ്ങനെ ഉള്ള അല്ല, അത് ബുദ്ധിമുട്ടല്ല, പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു. ഈ കൺസേൺസ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം കമന്റ് ബോക്സിൽ വരുന്ന നെഗറ്റീവ് കമന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിനയത്തിൽ വരുന്ന കളിയാക്കല്, അങ്ങനെ നിങ്ങൾ ഇൻഫ്ലുവൻസ് എന്ന നിലയിൽ എന്തെങ്കിലും ടെൻഷൻ? നല്ല കമന്റ്സ്, അതിപ്പം മോശമായാലും എന്തായാലും നമ്മൾ സ്വീകരിക്കുന്നതാണ്. കാര്യം മോശം കമന്റ്സ് ആയിരിക്കും ചിലപ്പോൾ നാളെ നല്ല വീഡിയോസിന് നമുക്ക് പ്രയോജനമാണ്. ആ മോശം കമന്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോസ് ഇത്തിരി അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാന്ന് പറയാൻ, നമുക്കത് നാളെ ഒരു വീഡിയോസിന് ഉപയോഗം, നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതൊരിക്കലും ഒരു മോശം. പിന്നെ പറഞ്ഞാലും അത്ര നല്ലതല്ലേ കമന്റ്സ് വരുന്നല്ലേ വീഡിയോസ്. റീച്ച്